രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. പുത്രധർമ്മം എന്താണ് എന്ന് അമ്മയെ ഓർമ്മിപ്പിച്ച്, പത്നീധർമ്മം എന്താണ് എന്ന് അമ്മയെ ഓർമ്മിപ്പിച്ച് രാമൻ കാരണത്തിലേക്ക് പോകാനുള്ള തന്റെ ദൃഢനിശ്ചയത്തിൽ ഉറച്ചു തന്നെ നിന്ന് ഇതാ യാത്ര ചോദിക്കാൻ അച്ഛന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ഒരു അവസരം. എന്നെ ബന്ധിച്ച് നീ രാജാവാകൂ എന്ന് രാമൻ അനുസരിച്ചില്ല. രാമൻ പറഞ്ഞു, അങ്ങയെ സത്യപ്രജ്ഞനായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സിംഹാസന മോഹമില്ല, ഞാൻ സിംഹാസനം ആഗ്രഹിക്കുന്നില്ല. രാമൻ വ്യക്തമായിട്ട് മഹാരാജാവിനോട് പറയുന്നത് നാം കേൾക്കും. ശ്രീരാമന്റെ മനസ്സില് ഇത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി അപ്പോൾ ഉള്ളിലുണ്ടായിരുന്നിരിക്കണം. കാരണം രാമന് അറിയാമായിരുന്നു ആ കാര്യം എന്ന് ചിത്രകൂടത്തിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചറിയുന്നു. ചിത്രകൂടത്തിൽ വെച്ച് ഭരതനോട് രാമൻ പറഞ്ഞ വാക്യം അത് ദശരഥൻ രാമനോട് പറഞ്ഞതായിരിക്കണം. എപ്പോൾ അഭിഷേക നിശ്ചയമെല്ലാം കഴിഞ്ഞ് രാമനെ ഏകാന്തതയിൽ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് രാമനോട് എത്രയും വേഗം നീ അഭിഷിക്തനായിക്കൊള്ളണം, എന്റെ മനസ്സ് മാറിപ്പോകുന്നതിന് മുമ്പ് നീ അഭിഷിക്തനായിക്കൊള്ളണം, ഇത്തരം കാര്യങ്ങളിൽ പല രീതിയിലുള്ള വിഘ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ദശരഥൻ പറയുന്ന അവസരത്തില് ദശരഥൻ ഇതും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ടാകണം. അതല്ലാതെ വേറൊരു സന്ദർഭമില്ല. അങ്ങനെയാണ് രാമൻ അതറിഞ്ഞത്. കൈകേയിയെ ദശരഥൻ വിവാഹം കഴിക്കുന്ന അവസരത്തില് കേകയൻ ദശരഥനോട് രാജ്യശുൽക്കം ചോദിച്ചിരുന്നു. അത് പക്ഷേ കൈകേയി പോലും അറിഞ്ഞിരുന്നില്ല. ആരും അറിയാതെ ഏകാന്തതയിലായിരുന്നു ശുൽക്കം ചോദിച്ചതും ദശരഥൻ ശുൽക്ക പ്രതിജ്ഞ ചെയ്തത്. കൈകേയിയുടെ പുത്രന് രാജ്യം കൊടുക്കാമെന്നുള്ളതാണ് ആ പ്രതിജ്ഞ. അന്ന് അങ്ങനെ ശുൽക്ക പ്രതിജ്ഞ ചെയ്യുന്നതിനൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. കാരണം ദശരഥന് മക്കളൊന്നും തന്നെ അപ്പോഴില്ല. കൗസല്യയുടെയും സുമിത്രയുടെയും എല്ലാം വിവാഹം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് ദശരഥന് കേകയൻ രാജ്യശുൽക്കം ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് പറയുന്നതിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷെ കേകയൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, ദശരഥൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. ദശരഥൻ ഇത് പറഞ്ഞത് രാമനോട് മാത്രമാണ്. ഒരു ദിവസം മുമ്പ് അത് രാമന്റെ മനസ്സിലുണ്ടായിരിക്കണം. അച്ഛൻ കേകയനോട് പറഞ്ഞ ആ വാക്കും സത്യമായി തീരണം. കേകയൻ ആ ഒരു ശുൽക്ക ആവശ്യപ്പെടുന്ന കാര്യത്തില് യാതൊരു നിർബന്ധവും വെച്ചിട്ടില്ല. അദ്ദേഹം ചടങ്ങ് നിർവഹിക്കുക മാത്രമാണ് ഉണ്ടായതെങ്കിലും ആ വാക്കം പരിപാലിക്കപ്പെടണം എന്നുള്ള ചിന്ത രാമന്റെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ അച്ഛൻ കേകയനോടും കൈകേയിയോടും രണ്ടുപേരോടും സത്യപ്രതിജ്ഞൻ തന്നെയായിരിക്കണം എന്ന് നിശ്ചയിച്ചിട്ട് രാമൻ കാനനത്തിലേക്ക് പുറപ്പെടുകയാണ്. ഈ അവസരങ്ങളെയെല്ലാം തട്ടിയെറിഞ്ഞിട്ട്. അതാണ് രാമന്റെ ആ ധർമ്മനിഷ്ഠ. അത് അത്ഭുതകരമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളില് വിദൂരമായി പോലും സിംഹാസനത്തില്, അധികാരത്തില്, ചെങ്കോലില് യാതൊരു മോഹവും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തം. ദശരഥ മഹാരാജാവ് ഇങ്ങനെ രാമനോട് പറഞ്ഞപ്പോ രാമൻ മഹാരാജാവിനോട് പറഞ്ഞ മറുപടി അതാണ് വളരെയേറെ സുപ്രധാനം. ധർമ്മത്തെ അറിയുന്നവരിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന രാമൻ, പരമധാർമ്മികനായിരിക്കുന്ന രാമൻ പ്രത്യുവാച അഞ്ജലിം കൃത്വ പിതരം വാക്യകോവിദ. വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം സമർത്ഥനായിരിക്കുന്ന രാമൻ എങ്ങനെ സംഭാഷണം ചെയ്യണം എന്ന് നന്നായി അറിയുന്ന രാമൻ നയതന്ത്ര മണ്ഡലത്തിൽ പോലും
അങ്ങേയറ്റം ബുദ്ധിപരമായിട്ട് എങ്ങനെ സംസാരിക്കണം എന്നറിയുന്നവനായ രാമൻ അദ്ദേഹം അഞ്ജലിം കൃത്വ കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ തന്റെ പിതാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭവാൻ വർഷസഹസ്രായ പൃഥിവ്യാ നൃപതേ പതി. അല്ലയോ മഹാരാജാവേ, 1000 വർഷങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ എല്ലാം രാജാവായിട്ട് ഈ പ്രപഞ്ചത്തെ ഭരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. മഹാരാജാവിനെ കാരാഗ്രഹത്തിൽ ബന്ധിച്ച് അത് കഴിഞ്ഞതിന് ശേഷം രാജാവാകൂ എന്നാണല്ലോ ദശരഥൻ ഉപദേശിച്ചത്. അങ്ങേ ബന്ധിക്കില്ല, അങ്ങ് ചക്രവർത്തിയാണ്. ഇന്ന് മാത്രമല്ല, 1000 വർഷങ്ങളിൽ അങ്ങ് ചക്രവർത്തിയായിട്ട് ശോഭിക്കണം. ഇതാണ് രാമന്റെ ആഗ്രഹം. രാമൻ സ്പഷ്ടമായി പറഞ്ഞു, അഹം തു അരണ്യേ വത്സ്യാമി നമേ രാജ്യസ്യ കാംക്ഷിത. അല്ലയോ മഹാരാജാവേ, ഞാൻ കാനനത്തിൽ വസിക്കും. ഈ രാജ്യത്തിലും ഈ കിരീടത്തിലും ഈ അധികാരത്തിലും എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല എന്നല്ലയോ മഹാരാജാവേ അങ്ങ് അറിഞ്ഞുകൊള്ളണം. എത്ര കാലമാണ് അവിടെ വസിക്കുക? കൈകേയി അങ്ങയോട് ചോദിച്ച അത്രയും വർഷങ്ങളിൽ 9 വർഷാണി, 9 5 വർഷങ്ങൾ ഞാൻ കാനനത്തിൽ വസിക്കും. കാനനവാസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അങ്ങേയറ്റം ക്ലേശഭൂയിഷ്ടമാണ് എന്ന്. പക്ഷെ എന്റെ കാനനവാസം അങ്ങനെയായിരിക്കില്ല. അച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, 9 വർഷാണി വനവാസേ വിഹൃത്യ. 9 5 വർഷങ്ങൾ, 14 വർഷങ്ങളിൽ വനത്തില് ഞാൻ ആഹ്ലാദത്തോടു കൂടിയിട്ട് വസിക്കും, അവിടെ വിഹരിക്കുകയായിരിക്കും. എന്നിട്ട് തേ പുനഃ പാദോ ഗ്രഹീഷ്യാമി പ്രതിജ്ഞാന്തേ നരാധിപ. അല്ലേ മഹാരാജാവേ, അങ്ങയുടെ ആ പ്രതിജ്ഞ പൂർണ്ണമായി തീരുന്ന ആ സന്ദർഭത്തിൽ, 14 വർഷം തികയുന്ന സന്ദർഭത്തില് ഞാൻ ഇവിടെ വന്ന് അങ്ങയുടെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്യും. രാമൻ തന്റെ തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചു. ഇത് കേട്ട അവസരത്തില് മഹാരാജാവ് ഉറക്കെ ഉറക്കെ കരഞ്ഞു. രുദന്ന അർത്ഥ പ്രിയംപുത്രം സത്യപാശേന സംയുത കൈകേയ ചോദ്യമാനസ്തു മിഥോ രാജ തമബ്രവീത്. ഇതെല്ലാം കൈകേയി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം രാമനെ കാനനത്തിലേക്ക് പറഞ്ഞയക്കണം. അതാണ് കൈകേയിയുടെ ആവശ്യം. മഹാരാജാവ് എന്നെ ബന്ധിച്ചിട്ട് നീ രാജാവാകൂ എന്ന് രാമനോട് പറഞ്ഞപ്പോഴേക്കും കൈകേയി ഞെട്ടിപ്പോയി. രാമൻ അത് ചെയ്താലോ തന്റെ ആഗ്രഹങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് തകർന്നു പോകും. രാമന് അത് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാമൻ അവകാശപ്പെട്ടതാണ് സിംഹാസനം. കൊടുക്കില്ലെന്ന് പറയുന്ന അധർമ്മമാണ്. അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബാധ്യസ്ഥനാണ് രാമൻ. രാമൻ ക്ഷത്രിയനാണ്, രാജകുമാരനാണ്. അധർമ്മത്തോട് ഏറ്റുമുട്ടിയിട്ട് അധർമ്മത്തെ തകർത്തെറിയാൻ ചുമതലയുള്ളയാളാണ് ക്ഷത്രിയൻ. ക്ഷതാത് ത്രായതൈതി. ക്ഷതത്തിൽ നിന്ന്, മുറിവിൽ നിന്ന്, ആപത്തിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്നിട്ട് എല്ലാവരെയും രക്ഷിക്കുന്നവരാണ് ക്ഷത്രിയൻ. അതിനു വേണ്ടിയിട്ട് ഏത് ആപത്തിനെയും അവർ അഭിമുഖീകരിക്കും. അങ്ങനെ സിംഹാസനം ബലപൂർവകമായിട്ട് നേടിയെടുക്കാനുള്ള അധികാരം രാമനുണ്ട്, കർത്തവ്യം രാമനുണ്ട്. മഹാരാജാവ് അത് തന്നെ പറയുകയും ചെയ്യുന്നു. രാമൻ അത് നിർവഹിച്ചാലോ? കൈകേയി ഞെട്ടിപ്പോയി. ഇപ്പോ രാമന്റെ മറുപടി കേട്ടപ്പോഴേക്കും കൈകേയിക്ക് സമാധാനമായി. എങ്കിലും മഹാരാജാവ് കാനനത്തിലേക്ക് പോകാനായിട്ട് അനുവദിക്കാതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലതാമസം ഉണ്ടാക്കാൻ പാടില്ല, കൈകേയിക്ക് നിർബന്ധമുണ്ട്. കാലതാമസം ഉണ്ടായിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള വിഘ്നങ്ങൾ വരും. നാട്ടുകാരെല്ലാവരും ഇതറിയും. അറിഞ്ഞു കഴിഞ്ഞാലോ അവരെല്ലാവരും കൂടി കലാപത്തിനിറങ്ങും. രാമനെ യുവരാജാവാക്കാനായിട്ട് അവർ പുറപ്പെടും. പിന്നെ താൻ വിചാരിക്കുന്നത് നടക്കില്ല. നാട്ടുകാര് രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ബലപൂർവകമായിട്ട് വന്നു കയറി കഴിഞ്ഞാലോ ആർക്കും ഒന്നും ചെയ്യാനാവില്ല.
അവരുടെ നേരെ ആയുധം പ്രയോഗിക്കാൻ പറ്റുമോ? അവരെ അടിച്ചമർത്താൻ പറ്റുമോ? സാധ്യമല്ല. അപ്പോ തന്റെ ആഗ്രഹം നിഷ്ഫലമായി പോകും. അതുകൊണ്ട് എത്രയും വേഗം രാമനെ അയോധ്യയിൽ നിന്നിട്ട് പുറത്താക്കണം. അതുകൊണ്ട് കൈകേയ്യ ചോദ്യമാനസ്തു, ആ മഹാരാജാവ് കൈകേയിയാൽ പ്രേരിപ്പിക്കപ്പെടുകയാണ്. കൈകേയി അദ്ദേഹത്തെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുകയാണ്, എത്രയും വേഗം രാമനെ പറഞ്ഞയക്കണം എന്ന്. അങ്ങനെ കൈകേയിയാൽ പ്രേരിപ്പിക്കപ്പെടുന്നവനായ ആ രാജാവ്, അദ്ദേഹം സത്യപാശത്താൽ ബദ്ധനാണ്. പ്രതിജ്ഞ എന്നുള്ളതായ കയറുകൊണ്ട് അദ്ദേഹം ബന്ധിതനാണ്. അദ്ദേഹം തന്റെ പ്രിയപുത്രനോട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയണേ, ശ്രേയസേ വൃദ്ധയേ താത പുനരാഗമനായ ച ഗച്ഛസ്വ അരിഷ്ടമവ്യഗ്ര ബന്ധാനം അകുതോ ഭയം. അരേ കുഞ്ഞെ, നീ ശ്രേയസ്സിനു വേണ്ടിയിട്ട് നീ സുരക്ഷിതമായ മാർഗത്തിലൂടെ മുന്നോട്ട് നടക്കുക. നീ കാനനത്തിലേക്ക് പോകുന്നത് ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ വൃദ്ധയെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ പ്രകാരത്തിലും ധർമ്മത്തിന്റെ അഭിവൃദ്ധി, ഐശ്വര്യത്തിന്റെ അഭിവൃദ്ധി, ഇങ്ങനെ സർവപ്രകാരത്തിലുമുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, അതേപോലെ പുനരാഗമനായച്ച വീണ്ടും മടങ്ങി വരാൻ വേണ്ടിയിട്ട്, നീ അയോധ്യയിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് കാനനത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും മടങ്ങി വരാൻ വേണ്ടിയിട്ടും അല്ലയോ കുഞ്ഞെ, നീ അങ്ങേയറ്റം സുരക്ഷിതമായിരിക്കുന്ന, അങ്ങേയറ്റം പുണ്യമയമായിരിക്കുന്ന, നന്മ നിറഞ്ഞതായ മാർഗത്തിലൂടെ യാതൊരു പ്രകാരത്തിലുമുള്ളതായ ഉത്കണ്ഠകളും കൂടാതെ നീ മുന്നോട്ട് പോവുക. ഒരു പ്രകാരത്തിലും നിനക്ക് ഭയമുണ്ടാവില്ല. അങ്ങേയറ്റം സുരക്ഷിതമായിരിക്കട്ടെ നിന്റെ മാർഗം, നിന്റെ ഈ യാത്ര. ആ മഹാരാജാവ് രാമകുമാരനോട് ഇങ്ങനെ പറഞ്ഞു.